നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായി നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട്. ഇത് ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 8 മുതൽ 14 വരെയുള്ള ഈ ആഴ്ചയിലെ എല്ലാ നക്ഷത്രക്കാരുടെയും ശുഭദിനങ്ങളും ഫലങ്ങളും ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. 1-ാമത്തെ രാശി മുതൽ 12-ാമത്തെ രാശി വരെ ക്രമേണ ഭോഗോദയമർത്ഥഹാനിം ജയം ഭയം ശോകമരാതിഭംഗം സുഖാന്യനിഷ്ടം ഗതമിഷ്ടസിദ്ധിം മോദം വ്യയം ച പ്രദദാതി ചന്ദ്രഃ. മാധവാചാര്യരുടെ മാധവീയത്തിലെ ഈ ശ്ലോകങ്ങൾക്കനുസരിച്ച് 12 രാശിക്കാരുടെയും ഈ ആഴ്ചയിലെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ദിനങ്ങളും ഫലങ്ങളും പരിശോധിക്കാം. അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മേടക്കൂറുകാരുടെ 7-ാമിടത്തും 8-ാമിടത്തും 9-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 8-ാം തീയതിയും 9-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഫെബ്രുവരി 10-ാം തീയതി പുലർച്ചെ 1:10 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, സുഖശയനം, ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു. 10-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 1:10 മുതൽ ഫെബ്രുവരി 12-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:42 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത, ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളതിനാൽ മുൻകരുതലെടുക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. 12-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:42 മുതൽ ശനിയാഴ്ച വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന എടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. എടവക്കൂറുകാരുടെ 6-ാമിടത്തും 7-ാമിടത്തും 8-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 8-ാം തീയതിയും 9-ാം തീയതിയും 10-ാം തീയതിയും 11-ാം തീയതിയും 12-ാം തീയതി ഉച്ചവരെയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ ഫെബ്രുവരി 12-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:42 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, ധനലാഭം, സൗഖ്യം, രോഗശമനം, മൃഷ്ടാന്ന ലാഭം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, സുഖശയനം, ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു. ഫെബ്രുവരി 12-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:42 മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായിട്ട് വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അടുത്തത് മകീരം 2-ാം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മിഥുനക്കൂറുകാരുടെ 5-ാമിടത്തും 6-ാമിടത്തും 7-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 10-ാം തീയതിയും 11-ാം തീയതിയും 12-ാം തീയതിയും 13-ാം തീയതിയും 14-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ ഫെബ്രുവരി 10-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 1:10 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. ഈശ്വരനാമം ജപിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഫെബ്രുവരി 10-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 1:10 മുതൽ ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു.
ഫെബ്രുവരി 12 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:42 വരെ കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിൽ മേൽ വിജയം, ധനലാഭം, രോഗശമനം, സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു. ഫെബ്രുവരി 12 ഉച്ചയ്ക്ക് 1:42 മുതൽ കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, സുഖശയനം, ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് പുണർദം, കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കർക്കിടകക്കൂറുകാരുടെ 4-ാമിടത്തും 5-ാമിടത്തും 6-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 12 ഉച്ച മുതൽ 13 14 ശുഭദിനങ്ങളാകുന്നു. ഫെബ്രുവരി 10 ചൊവ്വാഴ്ച പുലർച്ചെ 1:10 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 1:10 മുതൽ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 1:10 മുതൽ ഫെബ്രുവരി 12 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:42 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. സുഖമില്ലായ്മയും മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു. ഫെബ്രുവരി 12 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:42 മുതൽ ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു, കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിൽ മേൽ വിജയം, ധനലാഭം, സൗഖ്യം, രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് മകം, പൂരം, ഉത്രം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ചിങ്ങക്കൂറുകാരുടെ 3-ാമിടത്തും 4-ാമിടത്തും 5-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 8-ാം തീയതിയും 9-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ 10-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 1:10 വരെ അനുകൂലമാകുന്നു, കാര്യവിജയം, ദാമ്പത്യ സൗഖ്യം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, വസ്ത്രാദി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു. 10-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 1:10 മുതൽ ഫെബ്രുവരി 12-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:42 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:42 മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് ഉത്രം, മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കന്നിക്കൂറുകാരുടെ 2-ാമിടത്തും 3-ാമിടത്തും 4-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 10-ാം തീയതിയും 11-ാം തീയതിയും 12-ാം തീയതി ഉച്ചവരെയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ ഫെബ്രുവരി 10-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 1:10 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാലും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാലും ഒന്ന് ശ്രദ്ധിക്കുക. ഈശ്വരനാമം ജപിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഫെബ്രുവരി 10-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 1:10 മുതൽ 12-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:42 വരെ അനുകൂലമാകുന്നു, കാര്യവിജയം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, ദാമ്പത്യ സൗഖ്യം, വസ്ത്രാദി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു. ഫെബ്രുവരി 12-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:42 മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു. അടുത്തത് ചിത്തിര 2-ാം പകുതി, ചോതി, വിശാഖം, മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. തുലാക്കൂറുകാരുടെ 1-ാമിടത്തും 2-ാമിടത്തും 3-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ഞായറാഴ്ച മുതൽ 10-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 1:10 വരെ അനുകൂലമാകുന്നു, കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു.
ചൊവ്വാഴ്ച പുലർച്ചെ 1:10 മുതൽ 12-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:42 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാലും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാലും ഒന്ന് സൂക്ഷിക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. 12-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:42 മുതൽ ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, ദാമ്പത്യ സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. തുലാക്കൂറുകാരുടെ ശുഭദിനങ്ങൾ 12-ാം തീയതി ഉച്ചയ്ക്ക് ശേഷവും 13-ാം തീയതിയും 14-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. അടുത്തത് വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. വൃശ്ചികക്കൂറുകാരുടെ 12-ാമിടത്തും 1-ാമിടത്തും 2-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 10-ാം തീയതിയും 11-ാം തീയതിയും 12-ാം തീയതി ഉച്ചവരെയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ ഫെബ്രുവരി 10-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 1:10 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചെലവിന് സാധ്യതയുള്ളതിനാലും ധനനഷ്ടത്തിന് സാധ്യതയുള്ളതിനാലും ഒന്ന് ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. 10-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 1:10 മുതൽ 12-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:42 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. 12-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:42 മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാലും ധനനഷ്ടത്തിന് സാധ്യതയുള്ളതിനാലും ഒന്ന് സൂക്ഷിക്കുക. ഈശ്വരനാമം ജപിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ധനിക്കൂറുകാരുടെ 11-ാമിടത്തും 12-ാമിടത്തും 1-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 8-ാം തീയതിയും 9-ാം തീയതിയും 12-ാം തീയതി ഉച്ചയ്ക്ക് ശേഷവും 13-ാം തീയതിയും 14-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ ഫെബ്രുവരി 10-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 1:10 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ധനലാഭം, അതും പല വഴികളിലൂടെ ധനനേട്ടം, ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. 10-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 1:10 മുതൽ ഫെബ്രുവരി 12-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:42 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനാമം ജപിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. 12-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:42 മുതൽ ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. അടുത്തത് ഉത്രാടം, മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം, ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മകരക്കൂറുകാരുടെ 10-ാമിടത്തും 11-ാമിടത്തും 12-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 8-ാം തീയതിയും 9-ാം തീയതിയും 10-ാം തീയതിയും 11-ാം തീയതിയും 12-ാം തീയതി ഉച്ചവരെയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ ഫെബ്രുവരി 12-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:42 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനലാഭം, അതും പല വഴികളിലൂടെ ധനനേട്ടം, ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം, സുഹൃത്സംഗമം, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. ഫെബ്രുവരി 12-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:42 മുതൽ
ശനിയാഴ്ച വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനാമം ജപിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് അവിട്ടം 2-ാം പകുതി, ചതയം, പൊരുരുട്ടാതി 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കുംഭക്കൂറുകാരുടെ 9-ാം ഇടത്തും 10-ാം ഇടത്തും 11-ാം ഇടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 10-ാം തീയതിയും 11-ാം തീയതിയും 12-ാം തീയതിയും 13-ാം തീയതിയും 14-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ 10-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 1:10 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായിട്ട് വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. 10-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 1:10 മുതൽ ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനനേട്ടം, അതും പല വഴികളിലൂടെ ധനനേട്ടം, ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം, സുഹൃത്ത് സംഗമം, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് പുരുരുട്ടാതി 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മീനക്കൂറുകാരുടെ 8-ാം ഇടത്തും 9-ാം ഇടത്തും 10-ാം ഇടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 12-ാം തീയതി ഉച്ചയ്ക്ക് ശേഷവും 13-ാം തീയതിയും 14-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ 10-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 1:10 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായി അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാലും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ളതിനാലും മുൻകരുതലെടുക്കുക. തടസ്സങ്ങളെ അതിജീവിക്കുന്നതിനായി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. 10-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 1:10 മുതൽ 12-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:42 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. 12-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:42 മുതൽ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു. എല്ലാ നക്ഷത്രക്കാർക്കും ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത ആഴ്ചയിൽ കാണാം.